So today topic is gastrointestinal system. സോ നമുക്ക് ഇതിൽ എന്താ പഠിക്കാനുള്ള ആദ്യം GERD ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസസ്. സോ എന്താണ് GERD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസോഫാഗസ് സ്ഫിൻചർ ലൂസ് ആവുന്നതാണ് അല്ലെ. സോ ലൂസനിങ് ഓഫ് ദ ലോവർ ഈസോഫാഗൽ സ്ഫിൻചർ വിച്ച് അലോ ദ ഗ്യാസ്ട്രിക് ആസിഡ് ഫ്ലോ ഇൻ ടു ദ ഈസോഫാഗസ്. സോ നമ്മുടെ ഈസോഫാഗസിലൂടെയാണല്ലോ ഭക്ഷണം നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നത്. സോ നമ്മുടെ ഈസോഫാഗസ് സ്പിഞ്ചർ ഉണ്ട്. സോ പിക്ചറിൽ കണ്ടില്ലേ, ഫുഡ് എത്തിയതിനു ശേഷം ഈ ഈസോഫാഗസ് സ്പിഞ്ചർ ക്ലോസ്ഡ് ആവണം, എന്നാലാണ് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് സ്റ്റൊമക്കിൽ നടക്കുകയുള്ളൂ. സോ ആ ടൈമിൽ എന്താണ്, ഈ സ്പിഞ്ചർ ലൂസായി ആ ആസിഡ് എന്താണ് മുകളിലേക്ക് ഫ്ലോ ചെയ്ത് വരുന്നതിനെ പറയുന്ന പേരാണ് GERD. സോ വാട്ട് ആർ ദ കോസസ് ഓഫ് GERD? നമ്മളെ എക്സസ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, എക്സസ് ആയിട്ട് വെള്ളം കുടിക്കുക, ഡ്രിങ്ക് ചെയ്യുക, ഇതാണ് നമ്മൾ GERD കോസിംഗ് ഫാക്ടർ എന്ന് പറയാം. പിന്നെ എന്തൊക്കെയാണ്? എക്സ്ട്രീം ഒബൈസിറ്റി, സ്പൈസി, റിട്ടേൺ ഫുഡ്, ലൈങ് ഫ്ലാറ്റ് ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ലൈ ചെയ്യുക, സ്മോക്ക് ചെയ്താണ് കോസസ്. സോ എന്താണ് സൈൻസ് ആൻഡ് സിംറ്റംസ്? ഹാർട്ട് ബേൺസ്, ഡിസ്പാഗിയ, ഡിസ്പേസിയ, ഹൈപ്പർ സലൈവേഷൻ. സോ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാം? നമ്മൾ ആന്റാസിഡ്സ് കൊടുക്കാം, H2 ബ്ലോക്കേഴ്സ് കൊടുക്കാം, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ കൊടുക്കാം, പ്രൊക്കൈനേറ്റിക്സ് കൊടുക്കാം. ഇതാണ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെ. സോ നമ്മൾ എന്ത് ഇന്റർവെൻഷൻ ചെയ്യേണ്ടത്? നമ്മള് എലിവേറ്റ് ദ ഹെഡ് അല്ലെ, ഹെഡ് നമ്മൾ എലിവേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരിക്കലും മീൽസ് കഴിഞ്ഞ 3 hour ലൈ ചെയ്യരുത്. ഇൻസ്ട്രക്ട് ലൂസനിങ് ദ വെയിറ്റ്, ഈറ്റ് സ്മോൾ ഫ്രീക്വന്റ് മീൽസ്, അവോയ്ഡ് സ്മോക്കിംഗ് ഫുഡ് ആൻഡ് വേഴ്സൺ കണ്ടീഷൻ ഇസ് വേഴ്സൺ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടീഷൻ വേഴ്സൺ ആണ്, നമ്മൾ ഒരിക്കലും ഫുഡ് കഴിക്കരുതെന്നും അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യരുതെന്നും നമ്മൾ അവരെ പറഞ്ഞ് എന്താ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യണം. സോ നെക്സ്റ്റ് എന്താണ്? പെപ്റ്റിക് അൾസർ ആണ്. സോ പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്, ഗ്യാസ്ട്രിക് അൾസർ ഉണ്ട്, ഡിയോഡനം അൾസർ ഉണ്ട്. സോ ഗ്യാസ്ട്രിക് റീജിയനിൽ അൾസേഴ്സ് ഫോം ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിക് അൾസർ. സോ ഗ്രോണിംഗ് ഷാർപ്പ് പെയിൻ ഇൻ ഓർ മിഡ് ലെഫ്റ്റ് മിഡ് എപ്പിഗാസ്ട്രിയം, പെയിൻ ഒക്കർ 30 to 60 minutes ആഫ്റ്റർ മീൽസ്. പിന്നെ എന്താ? ഹെമറ്റോമസിസ് സംഭവിക്കില്ല, എന്ന് ബ്ലീഡിങ് ഉണ്ടാവും. സോ നെക്സ്റ്റ് ഇസ് ഡിയോനാറ്റൽ അൾസർ. ദാറ്റ് മീൻസ് എന്താണ്? ബേണിംഗ് പെയിൻ ഉണ്ടാവും അല്ലെ. എന്താണ്? മിഡ് എപ്പിഗാസില് ബേണിംഗ് പെയിൻ വരും. അപ്പൊ ഡിയോഡനത്തില് അൾസർ വരുന്നതാണ് ഡിയോഡനം അൾസർ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെയിൻ വരുന്നതാണ് ഡിയോഡനം അൾസർ. മെലീനിയാണ് കോമൺ. സോ നമ്മൾ ഭക്ഷണം കഴിച്ച ആദ്യം എത്തുന്നത് ഗ്യാസ്ട്രിക് റീജിയനിലാണല്ലോ. സോ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ പെയിൻ വരുന്നത് എന്തായിരിക്കും? ഗ്യാസ്ട്രിക് അൾസർ ആയിരിക്കും. സോ ആ 30 minutes അല്ലെങ്കിൽ 60 minutes എന്താ ഡിയോഡനം അൾസറില് ഡിയോഡനത്തില് നമുക്ക് പെയിൻ വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ എന്താണ്? ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെയിൻ റിലീവ് ആവുന്നത് ഡിയോഡനം അൾസർ എന്നാവും. ഓക്കെ. സോ എന്താണ് എത്തിയോളജി? എന്താണ്? H. pylori ഇൻഫെക്ഷൻ, NSAIDs, ആസ്പിരിൻ, സ്മോക്കിംഗ്, ആൽക്കഹോൾ ആണ് എത്തിയോളജി അല്ലെങ്കിൽ കോസ്. മോസ്റ്റ് കോമൺ റീസൺ എന്താണ്? H. pylori ഇൻഫെക്ഷൻ ആണ്. സോ നമുക്ക് സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യാം അല്ലെ. ടോട്ടൽ ഗ്യാസ്ട്രക്ടമി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഗ്യാസ്ട്രിക് റീജിയൻ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് ചെയ്യാം. പിന്നെ ബിൽട്രോത്ത് 1 ഗ്യാസ്ട്രോഡിനോസ്റ്റമി, ബിൽട്രോത്ത് 2 ഗ്യാസ്ട്രോജിനോസ്റ്റമി. പിന്നെ എന്താ? വാഗക്ടമി, വാഗസ് നെർവാണ് എന്ത് ആസിഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്യാം. സോ എന്താണ് നമുക്ക് സർജിക്കൽ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാം അല്ലെ. സോ സർജിക്കൽ മാനേജ്മെന്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ഓഫ് കെയർ കൊടുക്കണ്ടേ? പൗലസ് പുഷൻ കൊടുക്കാം അല്ലെ, എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇലക്ട്രോലൈറ്റ്സ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യുക, NBO മെയിൻറ്റെയിൻ ചെയ്യുക. പെരിസ്റ്റൾസിസ് റീപ്ലേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? NBO മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? NG ട്യൂബ് സക്ഷൻ ചെയ്യാം. പക്ഷെ എന്താണ്? ഫ്യൂച്ചർ ലൈൻ എന്താ? സ്ട്രെസ് ഒന്നും വരുത്തരുത്. പിന്നെ എന്താ ചെയ്യുക? നമ്മൾ ഡ്രെയിനേജിൽ അതിന്റെ കളറും എമൗണ്ടും നമ്മൾ നോക്കണം. 2 hours ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഇനി കോംപ്ലിക്കേഷൻ വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം. കോംപ്ലിക്കേഷൻ എന്തൊക്കെയാ? ഡംപിങ് സിർനം ആൻഡ് പെർനിക്കസ് അനീമിയ. സോ നമ്മൾ സർജിക്കൽ മാനേജ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന 2 കോംപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ. സോ എന്താണ് ഡംപിങ് സിൻഡ്രം എന്ന് പറയുമ്പോൾ? നമ്മുടെ ഗ്യാസ്ട്രിക് റീജിയൻ ഒക്കെ നമ്മൾ മുറിച്ച് കളയല്ലേ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിന്റെ പാർട്സ് ഒക്കെ നമ്മൾ കളയല്ലേ. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുക? റാപ്പിഡ് എംപ്റ്റിങ് ഓഫ് ഫുഡ് ഫ്രം ദി ഈസോഫാഗസ് ഇൻടു ദി ഇൻഡസ്ട്രിൻ അല്ലെ. എന്താണ്? പെട്ടെന്ന് ഈസോഫാഗസ് ഇന്ന് ഫുഡ് ഇൻഡസ്ട്രിയിൽ എത്തില്ല, കാരണം ഗ്യാസ്ട്രിക് റീജിയൻ അവിടെ ഇല്ലല്ലോ. സംഭവിക്കുക ട്രക്കിക്കാർഡിയ, ഡൈഫോറിസിസ്, വെർട്ടിഗോ. അപ്പൊ നമ്മൾ എന്ത് മാനേജ്മെന്റ് ചെയ്യണ്ടേ? ഈറ്റ് സ്മോൾ മീറ്റ് ഫ്രീക്വന്റ്ലി, ഇൻസ്ട്രക്ട് ടു അവോയ്ഡ് സിറ്റിംഗ് ഫോർ 1 hour ആഫ്റ്റർ മീൽസ്, അവോയ്ഡ് ഫ്ലൂയിഡ് ഡ്യൂറിങ് മീൽസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ഈസോഫാഗസിന് ഇൻഡസ്ട്രിയിൽ ഫുഡ് എത്താൻ നമ്മൾ എന്താ അങ്ങനെ നമ്മൾ പെട്ടെന്ന് അത് സമ്മതിക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മീൽസ് കഴിക്കുമ്പോൾ ഫ്ലൂയിഡ് കഴിക്കരുത്. സോ നെക്സ്റ്റ് എന്താണ്? പെർനിക്കസ് അനീമിയ അല്ലെ. പെർനിക്കസ് അനീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ എന്തുണ്ട്? ഇൻസ്ട്രിക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ എന്താ പെരിറ്റൽ സെല്ലും ഉണ്ട്.
ഇതാണ് നമ്മുടെ വിറ്റാമിൻ B12 എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ഇത് നമ്മൾ ഡിസ്ട്രക്ട് ആവല്ലേ, നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ നഷ്ടപ്പെടല്ലേ. സോ നമുക്ക് സംഭവിക്കുക വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി വരും. അപ്പൊ എന്താ അതിന്റെ പറയുന്ന പേരാണ് പെർനിക്കസ് അനീമിയ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വിറ്റാമിൻ B12 നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കുക. സോ നെക്സ്റ്റ് എന്താണ് അൾസറേറ്റീവ് കോളൈറ്റിസ്. ദാറ്റ് അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ദ ബൗൾ ആണ് അല്ലെ. സോ ബൗളിൽ ഇൻഫ്ലമേറ്ററി ഡിസീസ് പറഞ്ഞാൽ സംഭവിക്കുക ഡയറിയ വിത്ത് ബ്ലീഡിംഗ്, ഫാറ്റിക്, വിറ്റാമിൻ K ഡെഫിഷ്യൻസി, പാസേജ് ഓഫ് മ്യൂക്കസ്, അനോറക്സിയ, നോസിയ, വോമിറ്റിംഗ് ആൻഡ് വെയിറ്റ് ലോസ് അല്ലെ. സോ നമ്മൾ എന്താ ചെയ്യുന്ന ഇന്റർവെൻഷൻ, NBO മെയിൻറ്റെയിൻ ചെയ്യുക, ഐ ഫ്ലൂയിഡ്സ് കൊടുക്കുക, ആക്ടിവിറ്റി റെസ്ട്രിക്ട് ചെയ്യണം അല്ലെ, ലോ ഫൈബർ, ലോ ഫാറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് വിത്ത് വൈറ്റമിൻസ് ആൻഡ് അയൺ കൊടുക്കുക. ഫ്ലൂയിഡ്സ് അല്ലെ, നമ്മൾ എന്താ ചെയ്യുക, ഇറിറ്റന്റ് ഫുഡ്സ് ഇല്ലേ, അത് മിൽക്ക് പ്രൊഡക്ട്സ്, കഫെയിൻ, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കോർട്ടിക്കോസ്റ്റെറോയിഡ്സും ആന്റി ഡയേറിയൽ മെഡിക്കേഷൻസും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുക. സോ നെക്സ്റ്റ് എന്താണ് സർജിക്കൽ മാനേജ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ പ്രൊക്കോട്ടോകൊളക്ടമി അല്ലെങ്കിൽ കോക്കിലിയോസ്റ്റമി ഒക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്ട്രോമ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് പുറത്ത് കളയാലോ. അപ്പൊ സ്ട്രോമ ഉള്ളതും സ്ട്രോമ ഇല്ലാത്ത രണ്ട് സർജറി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പുറത്ത് കളയാൻ പറ്റും. സോ നെക്സ്റ്റ് എന്താണ് പ്രീ ഓപ്പിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്, അതിന് നമ്മൾ പെയിൻ അസസ് ചെയ്യണം അല്ലെ, നല്ല പെയിൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ ഒപ്പിനോയിഡ്സ് അല്ലെങ്കിൽ നമ്മൾ ബ്ലീഡിങ് അസസ് ചെയ്യാം, വൈറ്റമിൻ K നമുക്ക് കൊടുക്കാം. പോസ്റ്റ് ഓപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലോ ഫൗലസ് പുഷൻ കൊടുക്കുക, കഫിങ്ങും ഡീപ് ബ്രീത്തിങ് എൻകറേജ് ചെയ്യുക. കഫിങ്ങും ഡീപ് ബ്രീത്തിങ്ങും എൻകറേജ് ചെയ്യുമ്പോൾ അവിടെ ഇൻസിഷൻ ഉണ്ടാവരുത്, അതിന് സ്പ്ലിറ്റ് സംഭവിക്കരുത് അല്ലെ. സോ നമ്മൾ ഡ്രെയിനേജ് ട്യൂബ് നമ്മൾ 24 hours നമ്മൾ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ട്യൂബ് റിമൂവൽ കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, 7 ദിവസം നമ്മൾ നോർമൽ ആക്ടിവിറ്റി ഒക്കെ നമ്മൾ എന്താ റെസ്യൂം ചെയ്യണം കേട്ടോ. പോസ്റ്റ് ചെയ്യണം, 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് എന്താണ് പാങ്ക്രിയാറ്റിക്സ്. സോ വാട്ട് ഈസ് പാങ്ക്രിയാറ്റിക്സ്, അപ്പൊ ഇൻഫ്ലമേഷൻ ഓഫ് ദ പാങ്ക്രിയാസ് ആണ് അല്ലെ. സോ നമ്മൾ എങ്ങനെയാണ് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നത്, ട്രോമ, ആൽക്കഹോൾ, കോളിത്തിയാസിസ്, ഇൻഫെക്ഷൻ, ബൈലറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇത് സംഭവിക്കുന്നത് അല്ലെ. സോ എന്താണ് റീസൺ, അപ്പൊ സയൻസ് സിംറ്റംസ് എന്താ പറയുക, നമ്മുടെ ഫാറ്റ് മെറ്റബോളിസം സംഭവിക്കില്ല അല്ലെ. അപ്പൊ നമുക്ക് ഭയങ്കര പെയിൻ വരും. എവിടെ പെയിൻ വരാം, പെയിൻ ഇൻ ദ മിഡിൽ എപ്പിഗാസ്ട്രിയം ആൻഡ് ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് റേഡിയേറ്റിംഗ് ദ ബാക്ക് അല്ലെ, അവിടെ നമുക്ക് ഭയങ്കര പെയിൻ വരും. സോ നമുക്ക് എന്താ ഫാറ്റി മീൽസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രോക്സോ റിക്രൂട്ട്മെന്റ് പൊസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സുപ്പൈൻ പൊസിഷനിൽ കിടന്ന് നമ്മൾ കാല് ഫ്ലെക്സ് ചെയ്യില്ലേ, ആ സമയത്ത് നമുക്ക് ഭയങ്കര എന്തായിരിക്കും, ഭയങ്കര പെയിൻ ആയിരിക്കും. കാരണം ഫാറ്റ് മെറ്റബോളിസം ചെയ്യുന്നില്ലല്ലോ. പാങ്ക്രിയാസിസ് വരുന്ന എൻസൈംസ് കൊണ്ടല്ലേ നമുക്ക് ഫാറ്റ് മെറ്റബോളിസം സംഭവിക്കുക, അത് നടക്കുന്നില്ല. സോ എന്ത് സംഭവിക്കുക, വോമിറ്റിംഗ്, ഹൈപ്പോടെൻഷൻ, ട്രക്കിക്കാർഡിയ, 2 സൈൻ വരും, കൊള്ളൻ സൈൻ ആൻഡ് ടെർണർ സൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലാക്ക് റീജിയനിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരുന്നതാണ് ടെർണർ സൈനും, അംബ്ലിക്കസിന്റെ അവിടെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ കാണുന്നതാണ് കൊള്ളൻ സൈൻ അല്ലെ. സോ നമുക്ക് എന്ത് സൈൻസ് സിംറ്റംസ് ഉണ്ടാവാ, നമുക്കറിയാം പാങ്ക്രിയാസിന്റെ ഐലൻഡ്സ് ഓഫ് ലാൻഡേഴ്സിലാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയില്ലേ. സോ എന്താണ് ഇൻക്രീസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അല്ലെ. പിന്നെന്താ ലിവർ എൻസൈംസ് എലിവേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ദെൻ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിന്റെ റീസൺസ് എന്ന് പറയാം, സൈൻസ് സിംറ്റംസ് എന്ന് പറയാം അല്ലെ. സോ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുക, അനാലിസിസ് കൊടുക്കാം, ആന്റിബയോട്ടിക്സ് കൊടുക്കാം, ഐ ഫ്ലൂയിഡ്സ് കൊടുക്കാം അല്ലെ. സർജിക്കൽ മാനേജ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്പിഞ്ചോറക്ടമി ആൻഡ് കോളിസിസ്റ്റമി ചെയ്യാം. ഇന്റർവെൻഷൻ നമ്മൾ എന്താ കൊടുക്കുക, NBO പിന്നെ ഐ ഫ്ലൂയിഡ്സ് കൊടുക്കാം. അപ്പൊ അബ്ഡോമിനൽ ഡിസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, NG ട്യൂബ് ഇടണം. അതുപോലെ തന്നെ നമ്മൾ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ അല്ലെ. സോ നെക്സ്റ്റ് എന്താണ് സിറോസിസ് ആണ് അല്ലെ. ക്രോണിക് ലിവർ ഡിസീസസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡീജനറേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഹെപ്പാറ്റോസൈറ്റ്സ് അല്ലെ. അപ്പൊ അതിന്റെ എത്തിയോളജി എന്താണ്, ആൽക്കഹോള്, അതുപോലെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് അല്ലെ BC, അതുപോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൻഡ് റൈറ്റ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈറ്റ് ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലിവറിനെയാണല്ലോ. സോ എന്തൊക്കെ സംഭവിക്കുക, ജോണ്ടീസ്, ഫാറ്റിക്, ഇച്ചിങ്, ഈസി ബ്രൂസിസ്, സ്കിൻ ലീഷൻസ്, അട്രാക്സിസ്, ഹെപ്പാറ്റിക്കസ് ഒക്കെ സംഭവിക്കുക അല്ലെ. സോ ഇതിന്റെ കോംപ്ലിക്കേഷൻ എന്താ, ശരീരത്തിൽ BP കൂടും, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ഈസോഫാഗസ് വാരിസ്, അസൈറ്റിസ്, ഹെമറോയിഡ്സ്, കൊയാഗുലേഷൻ ഡിഫക്ട്, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇതിലെ ശരീരത്തിലെ എഡിമ വന്ന് ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അമോണിയ ആണ് അല്ലെ. സോ ഈ അമോണിയ ഒരു NH3 അതൊരു ടോക്സിക് സബ്സ്റ്റൻസ് ആവും. അതെങ്ങനെ ടോക്സിക് സബ്സ്റ്റൻസ് ആവുന്നത്, ബൈപാസ് ദ ലിവർ ആൻഡ് ഗെയിൻ ആക്സസ് ടു ദ ബ്രെയിൻ. ഈ NH3 പോയിട്ട് ബ്രെയിനെ ആക്സസ് ചെയ്യുമ്പോഴാണ് ടോക്സിക് സബ്സ്റ്റൻസ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് പ്രോട്ടീന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് അമോണിയ. ഈ അമോണിയനെ കൺവേർട്ട് ആക്കണം, യൂറിയ ആയിട്ട് കൺവേർട്ട് ആക്കണം അല്ലെ. സോ യൂറിയ ആയിട്ട് കൺവേർട്ട് ആക്കുന്നത് ആരാണ്, ലിവർ ആണ്. സോ ലിവറിനാണല്ലോ പ്രശ്നം വരുന്നത്. സോ എന്താണ്
അമോണിയ കൺവേർഷൻ നടക്കുന്നില്ല. സോ ശരീരത്തിൽ എന്താണ് അമോണിയ എന്താണ് കൂടി വന്നത് എന്താ ബ്രെയിൻ ആക്സസ് സംഭവിക്കുമ്പോഴാണ് ടോക്സിക് സബ്സ്റ്റൻസ് ആവുന്നത് അല്ലെ. സോ എന്താണ് സൈൻ വരാ ഡിസോറിയന്റേഷൻ ആൻഡ് കൺഫ്യൂഷൻ ആൻഡ് ഓൾട്ടേർഡ് സ്ലീപ്പിംഗ് പാറ്റേൺ ഹെപ്പാറ്റോ റീനൽ സിൻഡ്രം സംഭവിക്കും അല്ലെ. സോ നമ്മൾ എന്താ ചെയ്യണ്ടേ പാരാസിന്റസിസ് നമ്മള് ലിവറിൽ വെള്ളം കെട്ടി നിൽക്കില്ലേ അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത് അതാണല്ലോ അസൈറ്റിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് പാരാസിന്റസിസ് ഫോർ അസൈറ്റിസ്. ഓൾസോ നമ്മൾ എന്താ ചെയ്യുക ലിവർ പോകാൻ വേണ്ടി കേസ്പയറിംഗ് ഡയറോട്ടിക്സ് കൊടുക്കുക ആന്റി എമിറ്റസ് കൊടുക്കുക വൈറ്റമിൻ കെ കൊടുക്കുക ബ്ലീഡിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാസീവ് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്മിഷൻ കൊടുക്കാം ലാക്ടോസ് ഫോർ NH3 എക്സ്ക്രീഷൻ കൊടുക്കാം ഹൈ കലോറി അതുപോലെ തന്നെ എന്താ പ്രോട്ടീൻ കുറച്ച് സോഡിയം കുറച്ച് ഡയറ്റ് നമ്മൾ കൊടുക്കണം അല്ലെ ഫാറ്റും കുറച്ച് നമ്മൾ എന്തെങ്കിലും ഡയറ്റ് കൊടുക്കണം. സോ നമ്മൾ എന്തിനാ ഭക്ഷണം ചെയ്യേണ്ടത് എലിവേറ്റ് ദ ഹെഡ് അല്ലെ എന്നാ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ നമ്മൾ എവറി 2 hours നമ്മൾ ചേഞ്ച് ചെയ്യണം കാരണം എന്താ ഇടിമിണ്ടല്ലോ. പിന്നെ എൻകറേജ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് വൈറ്റൽസ് മോണിറ്റർ ചെയ്യുക അബ്ഡോമിൻ ഗ്രിത്ത് ഡെയിലി വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം അസസ് ചെയ്യണം സോഡിയം റെസ്ട്രിക്ട് ചെയ്യുക ഫ്ലൂയിഡ് ഇൻടേക്ക് റെസ്ട്രിക്ട് ചെയ്യുക നമ്മൾ എന്താ ചെയ്യേണ്ട അയളായിട്ട് മോണിറ്റർ ചെയ്യണം. സോ നെക്സ്റ്റ് എന്താണ് ഹെപ്പറ്റൈറ്റിസ് ആണ് അല്ലെ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എന്താണ് ഇൻഫെക്ഷൻ ആണ് നമ്മുടെ എന്താ ലിവറിനെ ബാധിക്കുന്നതാണ് അല്ലെ. സോ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ അതെന്താണ് ട്രാൻസ്മിഷൻ ഫീക്കൽ ആൻഡ് ഓറൽ റൂട്ട് ആണല്ലോ. സോ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ആൻഡ് ഡി എന്താണ് ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെ അത് സ്പ്രെഡ് ആവുന്നത്. പിന്നെ എന്താണ് ഡി വന്നാൽ ഹെപ്പറ്റൈറ്റിസ് ഡി അലോങ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ. ബി വന്നാൽ നമുക്ക് എന്താ ഡി വരും. അതൊരു സൂപ്പർ ഇൻഫെക്ഷൻ ആണ് അല്ലെ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടർ ബോൺ ഡിസീസ് ആണ്. സോ ബിയും ഡിയും ആണ് മാസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് എന്താണ് ഹെമറോയിഡ്സ് ആണ് അല്ലെ. സോ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻസ് സിംറ്റംസ് പെയിൻ വരും ബ്രൈറ്റ് ബ്ലീഡിങ് കോൺസ്റ്റിപ്പേഷൻ പ്യൂരിറ്റീസ്. സോ കോൺസ്റ്റിപ്പേഷൻ മെയിൻ റീസൺ ഫോർ ദ ഹെമറോയിഡ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യാം ഹെമറോഡക്ടമി ചെയ്യാം. എന്താണ് പൊസിഷൻ ലിത്തോട്ടമി പൊസിഷൻ കേട്ടോ. സോ നമ്മൾ എന്താ ചെയ്യുക പോസ്റ്റ് ഓഫ് കെയർ സൈഡ് ലൈൻ പൊസിഷൻ കൊടുക്കാം പ്രോൺ പൊസിഷൻ കൊടുക്കാം ഹൈ ഫൈബർ ഡയറ്റ് കൊടുക്കാം നമ്മള് സിസ് ബാത്ത് ചെയ്യാം അല്ലെ 3 to 4 times നമുക്ക് എന്ത് ചെയ്യാം സിസ് ബാത്ത് ചെയ്യാം. പിന്നെ എന്താ പെരിണത്തിൽ ഐസ് പാക്ക് വെക്കാം. സോ നെക്സ്റ്റ് എന്താണ് അപ്പൻഡിസൈറ്റിസ് അല്ലെ. അപ്പൻഡിസൈറ്റിസ് ലൈറ്റ് ലോവർ ഇലാക് പെയിൻ എന്ന് പറയുന്നത് അപ്പൻഡിസൈറ്റിസ് ആണ് അല്ലെ. സോ ലൈക്ക് റൈറ്റ് ലോവർ ഇലാക് റീജിയനിലെ പെയിൻ എന്താണ് അപ്പൻഡിസൈറ്റിസ്. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുക ഒരു പെയിൻ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഈ അപ്പൻഡിസൈറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്താണ് പെയിൻ ലോക്കലൈസ്ഡ് റൈറ്റ് ഇലാക് ഏരിയ ഒരു എന്താ ഒരു കറക്റ്റ് ആയിട്ട് ലൊക്കേഷനിൽ പെയിൻ വരുന്ന പറയുന്ന പേര് എന്താണ് മെക്ബേർണി സൈൻ ആണ്. സോറി ബോണ്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് നമ്മുടെ അബ്ഡോമിനിൽ നമ്മൾ പ്രഷർ ഇൻസേർട്ട് ചെയ്ത് കൈ എടുക്കില്ലേ പ്രഷർ കളയുമ്പോൾ നമുക്ക് വരുന്ന പെയിൻ ആണ് എന്ത് പോസിറ്റീവ് റീബോൺ ടെൻഡർനെസ്. ഇനി നമ്മൾ എന്താ റൈറ്റ് ലാക്കിലാണല്ലോ നമുക്ക് പെയിൻ. സോ ലെഫ്റ്റില് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ റൈറ്റിൽ പെയിൻ വന്നാൽ റോസ്വിൻ സൈൻ ആണ്. അപ്പൊ ഈ 3 ഇൻഡിക്കേഷൻ വന്ന് നമുക്ക് ഉറപ്പിക്കാൻ അപ്പൻഡിസൈറ്റിസ് ആണല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യണം NBOയുടെ CTക്ക് കൊണ്ടുപോകണം. അപ്പൻഡിസൈറ്റിസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് സർജിക്കൽ മാനേജ്മെന്റ്. കാരണം എന്താണ് അപ്പൻഡിസൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻ പെരിറ്റോണൈറ്റിസ് അല്ലേ. അപ്പൊ നമ്മൾ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യണം. ആ പിക്ചറിൽ കണ്ടില്ലേ ഇൻഡസ്റ്റൈന്റെ തൊട്ട് താഴെ കണ്ടോ അവിടെയാണ് അപ്പൻഡിസൈറ്റിസ് അപ്പൻഡിക്സ് ഇരിക്കുന്നത്. ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് ആണ് കേട്ടോ. പെട്ടെന്ന് സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യണം. സോ എന്താണ് സെമി പൗലസ് പൊസിഷൻ കൊടുക്കാം ഐസ് പാക്ക് വെക്കാം അബ്ഡോമനിൽ ഹോട്ട് ആപ്ലിക്കൻസും മെനിമിയും ലാക്സൈറ്റിസ് ഒന്നും കൊടുക്കരുത്. കാരണം എന്താണ് അത് പ്രിവെന്റ് ടു അതെന്താണ് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ഇറ്റ് ലീഡ്സ് ടു റപ്ചർ ആണ്. റപ്ചർ ആയി കഴിഞ്ഞാൽ എന്താണ് ലൈഫ് ത്രെട്ടനിങ് ആണ്. So what is Crohn's disease? That means the inflammation of the bowel that affect the lining of the digestive tract. അല്ലെ ഡൈജസ്റ്റീവ് ട്രാക്കിന്റെ ഇൻഫ്ലമേഷൻ ആണ്. സോ ബാരിയം എനിമയൊക്കെ നമുക്ക് കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് എന്താണ് ഡൈവർട്ടിക്കുലോസിസ്. ദാറ്റ് മീൻസ് എന്താണ് അതെന്താണ് ഈ ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറഞ്ഞത് ഡൈവർട്ടിക്കുലം എന്ന് പറഞ്ഞാൽ എന്താ ഒരു പൗസ് ലൈക്ക് ഹെർണിയേഷൻ ആണ്. നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള പൗസ് ലൈക്ക് ഹെർണിയേഷൻ ആണ് എന്ത് ഡൈവർട്ടിക്കുലം. അതിലാണ് ഇൻഫ്ലമേഷൻ ആണ് ഡൈവർട്ടിക്കുലൈറ്റിസ്. അപ്പൊ ഈ പൗസ് ലൈക്ക് ഹെർണിയേഷനിൽ വരുന്ന പെർഫറേഷൻ ആണ് എന്ത് ഡൈവർട്ടിക്കുലോസിസ് അല്ലെ. അപ്പോ എന്താണ് ഇൻഫ്ലമേഷൻ ലീഡ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് ഈക്കസ് ആൻഡ് ദാറ്റ് സാക്ക് റിസൾട്ടിംഗ് ഇൻ ഒബ്സ്ട്രക്ഷൻ ബ്ലീഡിംഗ് ആൻഡ് പെർഫറേഷൻ ഇറ്റ് ലീഡ്സ് ടു പെരിറ്റോണൈറ്റിസ്. അപ്പൊ ഡൈവർട്ടിക്കുലോസിസ് എന്താണ് ഡൈവർട്ടിക്കുലോസിന്റെ കോംപ്ലിക്കേഷൻ പെരിറ്റോണൈറ്റിസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യണം. കാരണം റപ്ചർ ആയി കഴിഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് ആണല്ലേ. സോ നമുക്ക് അബ്ഡോമിൽ പെയിൻ ഉണ്ടാവും ക്രാംസ് ഉണ്ടാവും ക്ലോക്കി പെയിൻ ഉണ്ടാവും ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റിൽ നോസിയ മാലസ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഫേക്കസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കും. സോ പെരിസ്റ്റൾസിസ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ മോർഫിൻ കൊടുക്കരുത് അല്ലെ. സോ മോർഫിൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ആന്റി പ്ലാസ്മോസിസ് കൊടുക്കുക ലാക്സൈറ്റിസ് ആന്റി
ആന്റിബയോട്ടിക്സ് കൊടുക്കുക അല്ലെ. നമ്മൾ സർജിക്കൽ മാനേജ്മെന്റ് എന്താ ചെയ്യുക, നമ്മളവിടെ ബ്ലോക്ക് ആണല്ലോ, അപ്പൊ നമ്മൾ ടെമ്പററി കൊളസ്റ്റമി ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഈ പ്രശ്നം നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫൈബർ ഇൻക്രീസ് ചെയ്യുക, ഫ്ലൂയിഡ് അല്ലെ, പെരിസോൾസിസ് ഇൻക്രീസ് ചെയ്യണ്ടേ, അബ്ഡോമിനൽ സിസ്റ്റം അസസ് ചെയ്യണ്ടേ, പെരിറ്റോണൈറ്റിസിന്റെ സൈൻ ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണം. അതെങ്ങനെ നമ്മൾ മോണിറ്റർ ചെയ്യുക, അബ്ഡോമിനൽ ഗാർഡനിങ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സർജിക്കൽ മാനേജ്മെന്റ് ചെയ്യണം. സോ നെക്സ്റ്റ് എന്താണ്, കോളിസൈറ്റിസ്. കോളിസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗൾ ബ്ലാഡർ അല്ലെ. സോ നമ്മുടെ ഫാറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഗൾ ബ്ലാഡറിലാണ്. സോ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല ഗൾ ബ്ലാഡർ ഇൻഫ്ലമേഷൻ വരുമ്പോൾ. സോ എന്താ, ബ്ലഡ് സ്ട്രീംസിലൊക്കെ ഇങ്ങനെ പോകും. അപ്പൊ ബ്ലഡ് സ്ട്രീംസിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, ബ്ലഡ് സ്ട്രീംസിന് അവിടെ പ്രശ്നം വരില്ലേ. സോ RBC പൂൾ ചെയ്യും. RBC പൂൾ ചെയ്ത് കഴിഞ്ഞാൽ RBC ബ്രേക്ക് ഡൗൺ ആവും. RBC ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ HBയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്, HB ഉണ്ടാവും. HBയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് ബിലിരുബിൻ. സോ ബിലിരുബിൻ റേറ്റ് കൂടും. സോ ഇറ്റ് ലീഡ്സ് ടു ജോണ്ടിസ്. സോ എന്താണ്, ഒബ്സ്ട്രക്റ്റഡ് ബൈൽ സെറ്റ് അബ്സോർഡ് ഇൻ ടു ദ ബ്ലഡ് കോസിംഗ് ദ ഹൈപ്പർ ബിലിരുബിൻ ആൻഡ് ജോണ്ടിസ് അല്ലെ. സോ നമുക്ക് എന്താ സംഭവിക്കാം, പെയിൻ ഇൻ ദ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ്, റേഡിയേറ്റ് ഇൻ ദ റൈറ്റ് സ്കാപ്പുല, ക്ലേ കളേർഡ് സ്റ്റൂൾ ആയിരിക്കും, ഡൈജഷൻ എന്തായിരിക്കും, ഇൻഡൈജഷൻ ഓഫ് ഫാറ്റ് ആയിരിക്കും, ക്ലേ കളേർഡ് സ്റ്റൂൾ ആയിരിക്കും, വോമിറ്റിംഗ് ഉണ്ടോ, എന്താ മർഫി സൈൻ ആണ് അല്ലെ. ഗൾ ബ്ലാഡർ ഇൻഫ്ലമേഷൻ സംഭവിച്ചത് എന്താ, ഡയഫ്രത്മ തട്ടും. അതുകൊണ്ട് നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ഫീൽ ചെയ്യും. അതാണ് മർഫി സൈൻ എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് എന്താ, ഒപ്പിനോയിഡ്സ് കൊടുക്കാം, ആന്റിപ്ലാസ്മോയിഡ്സ് കൊടുക്കാം, ആന്റിബയോട്ടിക്സ് കൊടുക്കാം. സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ എന്താ ചെയ്യുക, കോളിസിസ്റ്റമി ആൻഡ് കോളിഡക്ടമി ചെയ്യാം. സോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, സോ ദ ടോപ്പിക് വി ഡിസ്കസ്ഡ് ഇൻ ദ digestive system or gastric system. So thank you.